ഈ ഗസയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി റഫയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരർ പുറത്തു വരണം, ആയുധം വെച്ച് കീഴടങ്ങണം. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വച്ചേക്കുന്ന ഒരു നിർദ്ദേശം. അങ്ങനെ ചെയ്താൽ ഇവർക്ക് ഈ ഗസയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാനുള്ള അനുമതി നൽകും. പക്ഷേ ഹമാസിലെ ഭീകരർക്ക് അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നവർക്ക് സംശയം, ഈ നെതന്യാഹു വാക്ക് പാലിക്കുമോ എന്ന്. കാരണം പുറത്തേക്ക് ഇറങ്ങി വന്ന് ആയുധവും വെച്ച് കീഴടങ്ങിയാൽ പിന്നെ അവർക്ക് എന്ത് വിലയാണ്? അല്ല, അത് നെതന്യാഹു ആ വാക്ക് പാലിക്കില്ല. കാരണം നെതന്യാഹുവിൻ്റെ ആവശ്യം എന്താ? ട്രംപിൻ്റെ ആവശ്യം ഹമാസിനെ നിരായുധീകരിക്കുക. അതെ, അതിന് ഹമാസ് തയ്യാറല്ല. മറ്റ് രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാക്കാമെന്ന് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതിന് പകരം ഇപ്പം എന്തോ ഒരു കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത്. അവർ ഹമാസിനെ നിരായുധീകരിക്കും എന്ന് പറഞ്ഞെങ്കിലും ഹമാസ് അത് സമ്മതിച്ചിട്ടില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ആയുധം താഴെ വയ്ക്കുന്ന പ്രശ്നമില്ല, മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ആയുധമൊന്നും താഴെ വയ്ക്കില്ല. ഇതാണ് ഹമാസിൻ്റെ നിലപാട്. അപ്പോൾ നെതന്യാഹുവിൻ്റെ ഈ ഓഫറിനും അർത്ഥമൊന്നുമില്ല. ഇനി ആ ഓഫർ ഹമാസ് സ്വീകരിച്ചാൽ അതിനും അർത്ഥമില്ല. കാരണം രണ്ടുപേരും അവരുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹമാസിൻ്റെ അന്ത്യം കണ്ടിട്ട് ഈ പരിപാടി നിൽക്കുകയുള്ളൂ. പക്ഷേ അതെന്നുണ്ടാകുമെന്ന് ചോദിച്ചാൽ എത്രയോ വർഷങ്ങൾ എടുക്കേണ്ടി വരും. കാരണം ഗസയിലെ ജനസംഖ്യ ഏകദേശം 22 ലക്ഷമാണ്. അതിലിപ്പോൾ 88,000 പേര് കൊല്ലപ്പെട്ടു, 1,70,000 പേരോ മറ്റോ പരിക്കേറ്റു, 1,00,000 പേരോ മറ്റോ ഓടിപ്പോയിട്ടുണ്ട് ഗസയിൽ നിന്ന്. ഈജിപ്തിലേക്കും ജോർഡാനിലേക്കും ഒക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരെല്ലാം അവരുടെ ഗേറ്റ് അടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ടൊന്നും ഒരെണ്ണത്തെ കയറ്റില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഗസയിൽ. അപ്പോൾ ഇനിയും ഗസയിൽ ഒരുപാട് ചോര വീണ് ഏകദേശം ഹമാസ് ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഗസക്കാർ, അവരെയാണ് ഒരു പലസ്തീനുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് തീനുകളാണെങ്കിലും ശരി, ബാക്കിയുള്ളവർ സാധാരണ മനുഷ്യരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ, പാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആയിരിക്കും അവശേഷിക്കുന്നത്. അങ്ങനെ ഇത് തീരുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. അല്ല, ഈ ഹമാസിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും റഫയാണ്. അപ്പോൾ റഫയിലാണ് ഈ തുരങ്കങ്ങൾ ഇവർ ഒളിച്ചിരിക്കുന്നത്. റഫയിലോട്ട് ഇസ്രായേൽ സൈന്യം പെട്ടെന്ന് ഫുള്ളായിട്ട് കടന്നു കയറിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ തുരങ്കങ്ങൾ നിങ്ങൾ പുറത്തേക്ക് പോകുക. അപ്പോൾ ഹമാസിന് പേടി തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട്, വരത്തില്ല എന്നും പറയുന്നു. ഇത് കയറി ചെന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് സിനിജി. കയറി ചെന്ന് തവിട് പൊടിയാക്കി റഫയെ. അങ്ങനെയാണല്ലോ കഴിഞ്ഞ വർഷം ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടന്നു. അത് വന്നൊരു റഫേൽ സ്ത്രീകളെ, കുട്ടികളെ, ഗർഭിണികൾ ഇവരെ ഒക്കെ തല്ലി വശക്കേടാക്കി. ഇപ്പോഴും കുറച്ച് പേര് ഒളിച്ചിരിക്കുന്നു. അവരെ നശിപ്പിക്കാൻ നെതന്യാഹുവിന് അറിഞ്ഞുകൂടായിട്ടല്ല, ഇത് വെച്ചുകൊണ്ട് കളിക്കുകയാണ്. നിങ്ങൾ 2023 ഒക്ടോബർ 7 രാത്രി നടത്തിയ ആക്രമണത്തിന് മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുന്നു എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. അത്ര പെട്ടെന്നൊന്നും ഞാൻ തീർക്കുന്നില്ല. തുടങ്ങിയപ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നു ഇത് വളരെ നീണ്ടു നിൽക്കാൻ പോകുന്നൊരു യുദ്ധമാണ്. അല്ലാതെ 2-3 ദിവസം കൊണ്ട് ഹമാസിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറേ നേതാക്കന്മാരെയൊക്കെ പിടിച്ച് വന്ന് സമാധാനം കൊണ്ടുവരിക, അതിലൊന്നും അയാൾ തൃപ്തനല്ല. അയാൾ ഹമാസിനെ ഉന്മൂലനം ചെയ്ത് അടങ്ങുള്ളൂ. ഹമാസിനെ മാത്രമല്ല, ഹിസ്ബുള്ളയെയും ഹൂത്തിയെയും. ഇതിനിടയ്ക്ക് നെതന്യാഹു വെസ്റ്റ് ബാങ്കിൽ അടി കൊടുക്കുന്നുണ്ട്. വല്ല കാര്യമുണ്ട്? വെസ്റ്റ് ബാങ്കിൽ അടികൊള്ളേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവിടെയുണ്ട് കുറച്ച് പേര്, ഹമാസ് അല്ലെന്നേ ഉള്ളൂ, ബട്ട് ഈ സ്വഭാവമുള്ളവർ. അപ്പോൾ വെസ്റ്റ് ബാങ്കിലും അടി കിട്ടുന്നുണ്ട്, ഗസയിലും അടി കിട്ടുന്നുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് തൊട്ട് വന്നിട്ടുമില്ല. ട്രംപാണെങ്കിൽ നാളെ കൊണ്ടുവന്ന്, ട്രംപ് ഇപ്പോൾ പുതിയൊരു ഉടക്കെടുത്തിട്ടിരിക്കുകയാണ്. ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞു, കാര്യം ശരിയാണ്. പക്ഷേ ഇതിനൊരു നിയമത്തിൻ്റെ സാങ്ഷൻ വേണ്ട, നിയമപ്രാബല്യം വേണ്ട. അതിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ കൂടിയിട്ട് ഇത് പാസ്സാക്കണം. ISF എന്ന് പറഞ്ഞൊരു സേന ഉണ്ടാക്കാമെന്നും അതിൽ ഇന്ന രാജ്യങ്ങളൊക്കെ പങ്കെടുക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ടൊരു പ്രമേയം കൊണ്ടുവന്ന് സെക്യൂരിറ്റി കൗൺസിലിൽ പാസ്സാക്കണം. ഈ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ വീറ്റോ ഉണ്ട് എല്ലാ രാജ്യങ്ങൾക്കും. അമേരിക്ക ഈ പ്രമേയം കൊണ്ടുവരുന്ന താമസമേ ഉള്ളൂ, ചൈന അത് വീറ്റോ ചെയ്യും, അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞ് ചെയ്യിക്കും.
ഞാനിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, ചേട്ടനൊന്ന് വീറ്റോ ചെയ്യണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. കാരണം ചൈനയ്ക്ക് ഈ ഗസയിൽ താല്പര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ പറയും ഒരു വീറ്റോ ഒക്കെ ഇപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തോളാം. ചൈന വീറ്റോ ചെയ്യും, അല്ലെങ്കിൽ റഷ്യ വീറ്റോ ചെയ്യും. അതോടെ ISF മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം റഷ്യ വീറ്റോ ചെയ്തിരിക്കുന്നു. പിന്നെ ഇത് നീട്ടി കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഗസ ഒറിജിനലി ട്രംപിൻ്റെ പ്ലാൻ പോലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും. ഇവരെയൊക്കെ തല്ലി ഓടിച്ച് അല്ലെങ്കിൽ കപ്പൽ കയറ്റി അങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കടലിൽ മുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ പ്രദേശം അങ്ങ് സ്വച്ഛമായി ടൂറിസ്റ്റ് കേന്ദ്രമായി. അതിൻ്റെ ഒരു AI വീഡിയോ ഒക്കെ ട്രംപ് ഇറക്കിയിട്ടിരുന്നു പണ്ട്. കാണുമ്പോൾ അതിമനോഹരമായിട്ട് സ്വിമ്മിങ് പൂള്, ഇത് പിള്ളേർ കളിക്കുന്നു, അങ്ങനെ കടലിൽ നിന്ന് കാറ്റ് വരുന്നു, കടലിലേക്ക് കാറ്റ് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഗതിയൊക്കെ ആയിട്ട് വളരെ മനോഹരമായ റിസോർട്ടുകളൊക്കെ. ഇതാണ് ട്രംപിൻ്റെ സ്വപ്നം. അതിലേക്ക് ട്രംപ് മെല്ലെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ ഗസക്കാരും നമ്മളുടെ ഹമാസും ഒക്കെ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സാണ് ഈ കാര്യമെല്ലാം തീരുമാനിക്കുന്നത്. നെതന്യാഹു ഇവരുടെ ഒരു കോൺട്രാക്ടർ മാത്രമാണ്. US പറയുന്നു, അയാൾ ചെയ്യുന്നു. അയാളിപ്പോൾ തീരുമാനം എടുക്കാനൊന്നും പോകാറില്ല. ചേട്ടൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ നടത്തിത്തരാം. ഈ രീതിയിലേക്ക് പോയിരിക്കുകയാണ് ഗസയിലെ കാര്യങ്ങൾ. പബ്ലിക് സിമ്പതിയും പോയി. ഇപ്പോൾ പഴയ പോലെ ഗസ പ്രകടനമോ സംഗതിയോ സേവ് ഗസ എന്നൊക്കെ പറഞ്ഞുള്ള അപ്പോൾ എവിടെ പോയി? ആരും കാണുന്നില്ല. മലയാളം ചാനലുകൾ ഞാനിങ്ങനെ കണ്ണിൽ എണ്ണയും പിണ്ണാക്കും ഒക്കെ ഒഴിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഗസയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിദേശ രംഗം എന്നൊക്കെ പറഞ്ഞ് ചില ഒരു സെക്ഷനുണ്ടല്ലോ വാർത്തകൾ, ആ സെക്ഷനിൽ ഗസയിൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ടറിയാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതേ വിഷ്വലാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനോരമയ്ക്ക് ഒരു സെറ്റ് ഓഫ് വിഷ്വൽസ് ഉണ്ട്, ഏഷ്യാനെറ്റിനുണ്ട്, മീഡിയ വണ്ണിനുണ്ട്, എല്ലാവർക്കും അവരവരുടേതായ ഒരു സെറ്റ് ഓഫ് വിഷ്വൽസ് ഉണ്ട്. ഇതാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. പിന്നെ കാണികൾക്ക് ഇത് മനസ്സിലാകും, കേരളത്തിലിരിക്കുന്നതിന് ഇത് ഗസയാണോ ഗസയാണോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഇങ്ങനെ പോവുകയാണത്. എന്തൊരു കഷ്ടമാണ്. ഇവരുടെയൊക്കെ പ്രിയപ്പെട്ട ഗസ വഴിയാധാരമായി കിടക്കും. ഒക്കെ രസം എന്താണെന്ന് വെച്ചാൽ ഈ ബന്ദികളെ കൈമാറണമല്ലോ. അപ്പം ജീവനുള്ള 10 പേരെ മറ്റോ ഇത്രയും കാലം അവർ ജീവിച്ചിരുന്നു എന്നുള്ളത് വലിയ അത്ഭുതം. ഒരു 14 പേരോ മറ്റോ ജീവനില്ലാതെ ചത്തുപോയവർ, അവരെയൊക്കെ എങ്ങനെ പ്രിസർവ് ചെയ്തു ഇത്രയും നാൾ? ചീഞ്ഞു പോകുമല്ലോ മനുഷ്യർ, അടുത്ത് പോകാൻ പറ്റുമോ? ബട്ട് അത് ഹമാസ് സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇത് തിരിച്ചു കൊടുത്തപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതിനകത്തെ ഒരു പട്ടാളക്കാരൻ, അയാൾ 2014 മരിച്ചതാണ് ഗസയിൽ. വർഷം 11ആയി. അയാളുടെയും ശവം വന്നു. ഇസ്രായേൽ ചോദിച്ചു, ഇതെവിടെ നിന്നാണ് ഈ ശവം? ഇത് 23 ഒക്ടോബറിൽ കിട്ടേണ്ടതാണ്. ഇത് അതിനു മുമ്പ് 2014 ശവം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഹമാസ് ഞെട്ടിപ്പോയി. അത് തെറ്റിപ്പോയാണ് ചേട്ടാ, ആ ശവം തിരിച്ചു തന്നേക്കുന്നത്. ഇത് നിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നൊക്കെ. അതിൻ്റെ പേരിൽ 2 പേരെ മറ്റോ കൊന്നു. കൊണ്ടുപോയി കൊടുക്കുന്നവൻ നിരപരാധിയാണ്. പോസ്റ്റ്മാൻ്റെ ജോലിയാണ് അവൻ്റെ. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഇതിവിടെ ഏൽപ്പിക്കാനാണ് എന്നോട് പറഞ്ഞത്. ഈ 2014 1990 എനിക്കറിഞ്ഞൂടാ, പെട്ടി തേയിരിക്കുന്നു. അല്ല നീ പോകാൻ പറ്റേ എന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിച്ചാൽ അവർക്കും അറിയാൻ മേല. കാരണം ഈ കൊന്ന് അവിടെ ഇവിടെയൊക്കെ കുഴിച്ചിടുകയോ പിടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഇത് തിരിച്ചെടുക്കാൻ നേരത്ത് ആരെങ്ങനെ അറിയും? തങ്കപ്പനെ അതാ നാരായണൻ തിരിച്ചറിയാൻ പറ്റില്ല. ഇത് ചീഞ്ഞു പോയില്ലേന്ന് പണ്ടാരും. എന്നിട്ട് DNA പ്രൊഫൈലൊക്കെ നോക്കിയാണ് ഇസ്രായേൽ എടുക്കുന്നത്. ഹമാസ് പറഞ്ഞു, ഈ DNA നോക്കുന്ന യന്ത്രമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ മാന്തി കുഴിച്ച് കിട്ടുന്നതങ്ങ് ഇസ്രായേലിന് കൊടുക്കുകയാണ്. കുഴിച്ചിട്ട് എവിടെയാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കുഴിച്ചിട്ട് ഇയാൾ വെടിവെച്ച് കൊന്നു ഇസ്രായേൽ. പിന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഹമാസ് പറയുന്നത് കുഴിച്ചിട്ട് എവിടെയെന്ന് ചോദിച്ചാൽ എന്നെ കുഴിച്ചിട്ട ആളിനെ താൻ വെടിവെച്ച് കൊന്നില്ലേ? ഇപ്പോൾ അവനോട് എങ്ങനെ ചോദിക്കാനാ? ഞങ്ങളിനിയിപ്പോൾ ഇവിടെ നോക്കത്താതെ മരുഭൂമിയൊക്കെ കുഴിച്ചൊരു ശവം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അവിടെ കിടന്ന് മരിച്ച പാലസ്തീൻകാരനാണോ അതോ ഇസ്രായേലുകാരനാണോ? ഇതൊന്നും അറിയാൻ പറ്റില്ല. ഇവരുടെയൊക്കെ ആരെയൊക്കെ കാണാതെ പോയിട്ടുണ്ടോ അവരുടെ എല്ലാം DNA ഇസ്രായേൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശവം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല. കൃത്യമാണോ ശവം എന്ന് അവർ നോക്കും. ഇങ്ങനെ നിൽക്കുകയാണിത്. ട്രംപിൻ്റെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ട്രംപ് വിചാരിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ഗസയെ കെട്ടും. ബാക്കി ലോകരാജ്യങ്ങളൊക്കെ നോക്കി നിൽക്കും.
നോക്കി നിൽക്കുന്നതാണ് നല്ലതെന്ന് ജോർഡാൻ പറഞ്ഞിട്ടുണ്ട്. ജോർഡാൻ രാജാവിനോട് ഈ ഇൻ്റർനാഷണൽ സേനയൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, അല്ല ഇതൊക്കെ എനിക്ക് പേടിയാണ്, ഞാൻ എൻ്റെ സൈന്യത്തെ ഇൻ്റർനാഷണൽ സൈന്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഗസയിൽ ഇറക്കും. ഗസയിൽ ഹമാസിനെ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ എൻ്റെ നെഞ്ചത്തേക്ക് വരും. ഞാനെന്തിനു ഈ പുലിവാല് പിടിക്കുന്നു? അല്ല ചേട്ടൻ്റെ അയൽവക്കമൊക്കെയാണ്, പക്ഷേ തല്ലിപ്പുള്ളികളാണ്, വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞാണ് ജോർഡാൻ നിൽക്കുന്നത്. ഈജിപ്തും ഖത്തറുമാണ് കുറച്ചെങ്കിലും ഹമാസിനോട് ഒരു ചെറിയ ഇത് കാണിക്കുന്നത്. അതും ഖത്തർ പേടിച്ചു പോയി കേട്ടോ ഇസ്രായേലിൻ്റെ അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ. അവർ അമേരിക്കയെ പോലും മൈൻഡ് ചെയ്യാതെ, അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ കേന്ദ്രമാണ് ഖത്തർ, സെൻകോം എന്ന് പറഞ്ഞ്. അമേരിക്ക ലോകത്തെ അവരുടെ ലോകം മൊത്തം ഒരു അമേരിക്കയാണ്, അങ്ങനെയാണ് അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നത്. സതേൺ കമാൻഡ്, നമുക്കൊക്കെ സതേൺ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തെക്ക് വശവും പിന്നെ ഹിന്ദു സമുദ്രത്തിലെ കുറച്ച് സ്ഥലവും, ഇതാണ് നമ്മളുടെ നേവി കാക്കുന്നത്. അമേരിക്ക അങ്ങനെയല്ല, അവരുടെ സതേൺ കമാൻഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തെക്കോട്ടുള്ള ഭൂമി മുഴുവൻ. സെൻട്രൽ കമാൻഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സെൻട്രൽ അതിങ്ങനെ വട്ടം ഭൂമിയിൽ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അത് മുഴുവൻ. ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ സെൻട്രൽ കമാൻഡ് എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഖത്തറിൽ, അവിടെ കയറിയാണ് ഇസ്രായേൽ അടിച്ചത്. എന്നിട്ട് ഇസ്രായേലിനെ എന്ത് ചെയ്തു? ഞൊട്ടിയ ഒന്നും ചെയ്തില്ല. അവസാനം ഇസ്രായേൽ അന്താരാഷ്ട്രമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞു, ഒരു മാപ്പ് പറഞ്ഞേക്കിടൂ നെതന്യാഹു, പോട്ടെ. മാപ്പോ? ആ എടാ നല്ലത് നോക്കി ഒരു മാപ്പ് എടുത്തേന്ന് പറഞ്ഞിട്ട് പ്രശ്നം തീർന്നു. ഖത്തറിന് വലിയ സന്തോഷമായി, ഇപ്പോൾ എല്ലാവരും ഒന്നായി. ഇതാണ് ഖത്തറിൻ്റെ കമ്മിറ്റ്മെൻറ്റ്. ഈ ഗസയിൽ ഒരു രക്ഷയുമില്ല. നെതന്യാഹുവും ട്രംപും തീരുമാനിക്കുന്നിടത്ത് കാര്യങ്ങൾ പോകും. ഇനി നെതന്യാഹു മരിച്ചുപോയി, ട്രംപും മരിച്ചുപോയി എന്ന് വെച്ചോ, വേറെ ആരാണോ അമേരിക്കയിൽ ഇസ്രായേൽ വരുന്നത് അവർ വിചാരിക്കുന്നിടത്ത് കാര്യം നടക്കും. ഇത് ക്രൂരതയല്ലേ? ആവാം, കാരണം അവിടെ നടക്കാത്ത പോക്കൃത്തരൊന്നുമില്ല. ഇപ്പോൾ ആര് ക്രൂരൻ ആര് നല്ലവൻ എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഫലത്തിൽ ട്രംപിൻ്റെ പ്രോഗ്രാം ജയിച്ചിരിക്കുന്നു. 20 പോയിൻറ്റ് പ്രോഗ്രാമല്ല, അയാളുടെ ഒറിജിനൽ പ്രോഗ്രാം. 20 പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ മറവിൽ തൻ്റെ ഒറിജിനൽ പ്രോഗ്രാം അങ്ങേര് മെല്ലെ നടത്തിയെടുക്കുകയാണ്. അപ്പോൾ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ക്യാമ്പയിനൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവില്ലേ? അതിനുള്ള ആരോഗ്യം ഇപ്പം ഇല്ല, അതിനുള്ള വേർവത്തിൽ ഇപ്പം ഇല്ല. ഇനി എന്തെങ്കിലും ഭ്രാന്ത് കയറിയിട്ട് അങ്ങ് തുടങ്ങിയേക്കാനും മതി, പക്ഷേ അത് ചിലവാകുന്നില്ല. ഇപ്പോൾ ആളുകൾ പുച്ഛത്തോടെ നോക്കുന്നു, ഓൾ ഐസ് ഓൺ റഫ പോടാ എന്ന് പറയുന്ന അവസ്ഥയായി. പക്ഷേ ഈ തുരങ്കത്തിൽ ഹമാസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ എന്ത് ചെയ്യുന്നത്? അതിനെ തീർക്കുമോ? അയാൾ കൊന്നുകളയും, അയാൾക്കതിന് മടിയൊന്നുമില്ല. ഇവരെ കൊല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേറെ എന്തോ ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് കൊല്ലാതെ വെച്ചിരിക്കുന്നത്. അല്ലെ റഫയിലെ ഒരു തുരങ്കമൊക്കെ ഇസ്രായേൽ സേനയ്ക്ക് പുല്ലല്ലേ. അസാമാന്യമായ ഇൻ്റലിജൻസ് ഉള്ളവരാണ്. ഇൻ്റലിജൻസ് ഇൻ ദ സെൻസ് ബുദ്ധിയെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്, ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് ഭീകരമാണ് അവരുടെ. അതുകൊണ്ട് അവർക്ക് അറിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അവരാരെങ്കിലും കൊല്ലുന്നില്ലെങ്കിൽ അവർക്ക് വേറൊരു ഡിസൈൻ ഉണ്ടെന്നാണ് അർത്ഥം. അല്ലാതെ ഇയാൾ ജീവിച്ചിരിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാന്നല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.